ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായി വീഡിയോയിൽ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു ചെറിയ ഫംഗ്ഷനുണ്ട്. എൻ്റെ കൊച്ചച്ഛൻ്റെ മോള രണ്ടാമത്തെ വാവയുടെ നൂലുകെട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്താറായി. ഞങ്ങളെവിടെയും പിന്നെ കറക്റ്റ് സമയത്ത് പോകാറില്ല. ഞങ്ങൾ കാര്യം കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ ഇത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. പോകുന്ന സമയത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഗേറ്റ് അടച്ചിട്ടില്ലായിരുന്നു, തുറന്ന് കിടക്കുമായിരുന്നു. ഇല്ലെങ്കിൽ അവിടെ നിൽക്കേണ്ട വന്നേനെ. പിന്നെ എനിക്കറിയുന്നൊരു മാമനെ കണ്ട് ഹായ് കൊടുത്ത്. പിന്നെ ഞങ്ങൾ അപ്പൂൻ്റെ അംഗനവാടിയാണ്. പിന്നെ ഞങ്ങളവിടെ എത്തി. അമ്മ അവരോട്ടെല്ലാം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന്. അതെല്ലാം കൊച്ചിലത്തെ കസിൻസാണ്. അവരെല്ലാം പണ്ടെല്ലാം എപ്പോഴും ഒന്നിച്ച് കൂടുന്നു പറയുന്നത് കേൾക്കാം. അപ്പോൾ കണ്ടതിൻ്റെ അവിടെ കുശുമ്പും കുന്നായ്മയും പറച്ചിലായിരുന്നു. പിന്നെ അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ മഞ്ഞ ഡ്രസ്സ് ഇട്ടേക്കുന്ന ആൻറ്റി ഒരു യൂട്യൂബറാണ്. പിന്നെ എനിക്ക് പനി ആയതുകൊണ്ടാണ് എൻ്റെ വോയിസ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അംഗനവാടി പോയിട്ടുണ്ട്, പനി കൊണ്ടുവന്നേ. എനിക്ക് പനിയായി, അമ്മയ്ക്ക് മാത്രമായിട്ടില്ല, നല്ല പനിയുണ്ട്. പിന്നെ അപ്പുക്ക് ഇങ്ങനെ ചേച്ചിയായിട്ട് സംസാരിച്ചുകൊണ്ട് കളിച്ചെല്ലാം അവിടെ നിന്നത് രണ്ടുപേരും കൂടെ. പിന്നെ ഉച്ചയ്ക്ക് സദ്യയായിരുന്നു. പിന്നെ ഞാനും കിങ്ങിണി ചേച്ചിയും കൊച്ചിൻ്റെ അമ്മയായിരുന്നു ഇരുന്നത്. ഞങ്ങൾ കഴിച്ച് തീർന്നപ്പോഴാണ് അവർ മൂന്നുപേരും കഴിക്കാൻ വന്നിരുന്നത്. പിന്നെ നമ്മളെ ഇന്നത്തെ ടാർഗറ്റ് അപ്പച്ചിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കഴിക്കാൻ സമയത്ത് വീഡിയോ കൊണ്ടുപോകുമ്പോൾ വീഡിയോ എടുക്കല്ലേടി എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. കുഴച്ച് തിന്നു. കോഴച്ചങ്ങോട്ട് തിന്നു. കോഴച്ചങ്ങോട്ട് പോകാനുണ്ടായി. എവിടെ യൂട്യൂബ് ചാനലിടുന്നു. പിന്നെ കുഞ്ഞാവെ നമുക്ക് കിട്ടിയില്ലായിരുന്നു. കുഞ്ഞാവെ ഇപ്പോഴാണ് കിട്ടിയത്. കുഞ്ഞാവയുടെ പേര് അൻവയ്യ എന്നാണെന്ന് വെച്ചാൽ എല്ലാവരും ഉള്ളതുകൊണ്ടല്ലേ ഞാൻ കൈപ്പൊട്ട മുക്ക് ലാസ്റ്റാണ് കിട്ടിയത്. പിന്നെ ഞാൻ കുഞ്ഞാവെ എടുത്ത വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അപ്പയില്ലായിരുന്നു വെച്ചാൽ അപ്പയ്ക്ക് ഓട്ടം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ വന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ വണ്ടി സർവീസിനെല്ലാം കൊണ്ടുപോയി. പിന്നെ എൻ്റെ അപ്പച്ചി അവിടെ കിടന്ന് കണ്ണപ്പനെ കാണണമെന്ന് പറഞ്ഞു ഇതായിരുന്നു. അപ്പയ്ക്ക് വരാൻ പറ്റിയില്ല. പിന്നെ കുഞ്ഞാവെ എല്ലാവരും എടുത്ത് അവിടെ എല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നു. മാറിയും തിരിഞ്ഞ് എല്ലാവരും എടുത്തെല്ലാം ചെയ്ത്. അതുകൊണ്ട് അപ്പയ്ക്ക് ഇന്ന് വരാൻ പറ്റിയില്ല. അപ്പയ്ക്ക് നാളെ ഇനിയൊരു ഓട്ടോ എല്ലാം ഉണ്ട്. അപ്പം വരാമെന്ന് പറഞ്ഞ് നിന്ന, പക്ഷെ വരാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ നമ്മളെ കുഞ്ഞാവെ എടുത്ത്. കുഞ്ഞാവയുടെ ഡ്രസ്സ് നമ്മൾ അപ്പൂൻ്റെ ഡ്രസ്സും നല്ല മാച്ച് ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ അപ്പൂൻ്റെ അംഗനവാടിയിലൊന്ന് കയറണമായിരുന്നു. അപ്പൂൻ്റെ ടീച്ചർ എഴുതാൻറ്റിക്ക് അമ്മയ്ക്ക് ടോപ്പ് തയ്ക്കാൻ കൊടുക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കയറി. അപ്പോൾ അതിന് പിള്ളേരെല്ലാം അംഗനവാടി വിട്ട് വീട്ടിൽ നിന്ന് എല്ലാവരും വിളിക്കാൻ വരുന്നൊന്നും കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവരെ കളിയെല്ലാം കണ്ട് അവിടെ ഇരുന്ന് അപ്പോൾ പോയപ്പോൾ അംഗനവാടി ആക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന്. പിന്നെ ഈ വാവ എന്ത് വല്ല കാര്യം ടീച്ചറെ എന്നാണ് വിളിക്കുന്നത് അവിടെ പോകുമ്പോൾ. ഞങ്ങൾ അംഗനവാടിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇയാൻഷി കയറണമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുത്ത കാറ്റും നല്ല ചാറ്റം. എന്ത് രസമായിരുന്നു അറിയാം. പനിയും പിടിച്ച് സൂപ്പറായിരുന്നു. നാളെ കാണാം ബാക്കി ഇനി എന്തൊക്കെ അസുഖമാണെന്ന്. ഇയാൻഷി പോയത് അപ്പൂന് വേണ്ടിയായിരുന്നു. അപ്പൂന് അംഗനവാടിയിൽ പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചാർട്ട് പേപ്പറും സ്കെച്ചും പശയെല്ലാം വാങ്ങിക്കണമായിരുന്നു. എനിക്കൊരു ലിപ് ബാം വാങ്ങിക്കണമായിരുന്നു. പിന്നെ അപ്പൂന് സ്ലൈം വാങ്ങിച്ചു കൊടുത്തിട്ട് സന്തോഷത്തില്ല. സാധനമെല്ലാം വാങ്ങിച്ചിറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. മഴയുള്ളതുകൊണ്ട് പിന്നെ അപ്പൂനമ്മ ഷോളെടുത്ത് തലയിൽ ചുറ്റിക്കൊടുത്ത് അങ്ങനെ കൊണ്ടുവച്ചാൽ അവൾക്ക് നല്ല ചുമയുണ്ട്. അതാണ് അങ്ങനെ അത് കെട്ടിക്കൊണ്ട് ഇവിടെ കിടന്ന് പാട്ടുകളായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.